CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് മധ്യ തെക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ ജനം വിധിയെഴുതും. ജനത്തെ ഭീതിയിലാഴ്ത്തി ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3.5 വയസ്സുകാരിയടക്കം 3 പേർക്ക് നായയുടെ കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടോയെന്ന് സംശയം. വടക്കേകാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്കിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്, ഒരാളുടെ നില അതീവ ഗുരുതരം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം LDF കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി. നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് ഫോർ ഗുരുവായൂർ പദയാത്ര നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. കടവലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. ചാലിശ്ശേരി ഗൽസമൻ വുമൺ പ്രയർ ഫെലോഷിപ്പ് 14ാമത് വാർഷികവും സുവിശേഷ യോഗവും സമാപിച്ചു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ വിസ്മയ കാഴ്ചയൊരുക്കി കിഡ്സ് കാർണിവൽ. സമീപ പ്രദേശങ്ങളിലെ നഴ്സറി, അങ്കണവാടി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ കിഡ്സ് കാർണിവലിൽ 100ഓളം കുരുന്നുകൾ പങ്കെടുത്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ പതാക ഉയർത്തി. വേലൂർ കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ അശ്വിനി ആശുപത്രിയും ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.